ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ എങ്ങനെ ഗ്രോ ചെയ്യാം. ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം അത് നമുക്ക് എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം, അതെങ്ങനെ നമുക്ക് അതിൽ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാം, നമുക്ക് എങ്ങനെ പുതിയ വീഡിയോസ്, എങ്ങനെയുള്ള കണ്ടന്റുകളാണ് നമ്മൾ ഇടേണ്ടത്, എങ്ങനെയുള്ള വീഡിയോസാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നതിനെയൊക്കെ പറ്റിയാണ്. അപ്പോൾ നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ ദയവേത് നമ്മുടെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ മുഴുവനായി കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റിൽ ചോദിക്കാവുന്നതാണ്. നമുക്കറിയാവുന്നത് പരമാവധി നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ വളരെ അധികം ആളുകൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്ന സമയത്ത് കുറേ യൂട്യൂബ് ചാനലുകൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാം അറിയാത്തോ അല്ലെങ്കിൽ അവർക്കെല്ലാം സംശയമുള്ളൊരു കേസാണ് എങ്ങനെയാണ് ഒരു ചാനൽ തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ ആ ചാനൽ തുടങ്ങിയാൽ അത് എങ്ങനെ ഗ്രോ ചെയ്യാം, എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാം. സോ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമുക്ക് സീറോയിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും. അതായത് 0 സബ്സ്ക്രൈബേഴ്സ്, 0 വീഡിയോസ്, 0 വ്യൂസ്, 0 വാച്ച് അവർ. അവിടെ നിന്നാണ് നമ്മുടെ തുടക്കം. ഓക്കെ, അതിനുശേഷം നമുക്ക് വാച്ച് അവർ കൊണ്ടുവരണം, വീഡിയോ കൊണ്ടുവരണം, വീഡിയോസ് ആഡ് ചെയ്യണം, സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരണം. ഓക്കെ, അതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് ആഡ് ചെയ്യുക, നല്ല കണ്ടന്റ് ഉള്ള വീഡിയോസ് ആഡ് ചെയ്യുക. വീഡിയോസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ചും വീഡിയോസിന്റെ ക്വാളിറ്റി കൂടുന്നതനുസരിച്ചും നമുക്ക് സബ്സ്ക്രൈബേഴ്സും വാച്ച് അവർ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കയറിക്കോളും. നമ്മുടെ ഈ വീഡിയോയിൽ അപ്പോൾ നമ്മൾ മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്സ് നമുക്ക് പുതിയൊരു ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ പലരും ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒരു 6 മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഈ പറയുന്നത്. അത് ദയവായി നോട്ട് ചെയ്യുക. ഓക്കെ, സോ ഒന്നാമത്തെ കാര്യം, നമ്മൾ മെയിനായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാനൽ വലുതാക്കി കൊണ്ടുവരണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലിൽ നല്ല കണ്ടന്റ് കൊണ്ടുവരണം എന്നൊരു മൈൻഡ് സെറ്റ് നമുക്ക് തന്നെ ഉണ്ടാവണം. ഓക്കെ, നമ്മൾ വിചാരിക്കണം നമ്മൾ നമ്മുടെ ചാനൽ എന്ത് കൊണ്ടുവരണം, എന്ത് ചെയ്യണം എന്നുള്ളത്. നമ്മൾ യൂട്യൂബിൽ വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് കുറേ ഡോളർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുറേ കാശ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് വരുന്ന ഒരു മൈൻഡ് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. സോ തുടക്കം തന്നെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൽ വ്യൂ കണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് ഡോളർ കയറുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഡോളർ കിട്ടുകയുള്ളൂ മോണിറ്റൈസ് ആയതിനു ശേഷം. സോ അതിനു വേണ്ടി ചെയ്യുന്നത്, അല്ലാതെ പറഞ്ഞാലും എല്ലാവരും പറയുന്ന പോലെ 1 ലക്ഷം രൂപ കിട്ടി, 2 ലക്ഷം രൂപ കിട്ടി എന്നൊക്കെ പറയുന്ന പോലെ അതൊന്നും അത്ര ഈസിയുള്ള കേസൊന്നുമല്ല. സോ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ പറഞ്ഞ ലെവലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോസ് കൊണ്ടുവരണം, നമ്മുടെ വീഡിയോസ് ഉണ്ടാക്കണം, നമ്മുടെ വീഡിയോസിലേക്ക് വ്യൂ കൊണ്ടുവരണം, നമ്മുടെ വീഡിയോസിൽ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരണം, വാച്ച് കൊണ്ടുവരണം. അധികം വ്യൂ കിട്ടുന്നതിനനുസരിച്ച് മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡോളർ കയറുന്നത്, അല്ലെങ്കിൽ പറഞ്ഞ ക്യാഷ് കിട്ടുന്നത് ചെയ്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ മെയിനായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഇത് പറയാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ വന്ന് നാളെ മുതൽ നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് നടക്കുന്ന കേസല്ല. സോ അതിന് വേണ്ടത് ഒന്നാമത്തെ, യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് പറയണമെങ്കിൽ പറയാം ഒരു 100 മീറ്റർ ഓട്ടം പോലെ, അല്ലെങ്കിൽ ഒരു 200 മീറ്റർ ഓട്ടം പോലെ അല്ല, ഒരു മാരത്തൺ ഓട്ടം തന്നെയാണ്. അത് നമുക്ക് തുടക്കം തൊട്ട് തുടങ്ങി വളരെ അധികം ചെന്നതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമുക്ക് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞ പോലെ ഉള്ള ക്യാഷിൽ കിട്ടി തുടങ്ങുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെയധികം കഷ്ടപ്പെടേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് ഓടി വന്ന് കുറേ ഡോളർ ഉണ്ടാക്കി പോകാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കേസല്ല. സോ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ടൈപ്പ് വീഡിയോസ് ആണ് ഇടാൻ പോകുന്നത്. അതായത് നമ്മൾ കുക്കിംഗ് വീഡിയോ ആണ് ഇടാൻ പോകുന്നത്, ടെക് വീഡിയോസ് ആണ് ഇടാൻ പോകുന്നത്, റിവ്യൂസ് ആണ് ഇടാൻ പോകുന്നത്, ട്രാവൽ വീഡിയോസ് ആണോ, ബ്ലോഗ്സ് ആണോ എന്നതിനെ പറ്റി. ഇപ്പം നിങ്ങളൊരു കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങാവുന്നതാണ്. അപ്പോൾ കുക്കിംഗ് ചാനൽ തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ ഇടാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു ടോപ്പിക്കിന്റെ ക്ഷാമം നമുക്ക് യാതൊരു കാരണവശാലും ഉണ്ടാവില്ല. നമ്മൾ പുതിയ വീഡിയോസ് നമുക്ക് തന്നെ പറയുന്ന കുക്കിംഗ് ചെയ്ത് ഇടാവുന്നതാണ്. പക്ഷേ ഈ കുക്കിംഗ് വീഡിയോ ഏതൊക്കെ വീഡിയോ സെലക്ട് ചെയ്യണം, ഏതൊക്കെ ടൈപ്പ് വീഡിയോസ് ഇടണം, ഏതെങ്കിലും കുറേ വീഡിയോസ് വാരി വലിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മൾ ഏതൊക്കെ വീഡിയോസ് ആണ് ഇടേണ്ടത്, ഏതൊക്കെ വീഡിയോസ് ആണ് ചൂസ് ചെയ്യേണ്ടത് എന്നതിൽ ഒരു കാര്യമുണ്ട്. സോ നമ്മുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ വേറൊരാൾ ഇപ്പോൾ ഒരു മ്യൂസിക് ചാനൽ തുടങ്ങി, അല്ലെങ്കിൽ ഒരു ടെക് ചാനൽ തുടങ്ങി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കുക്കിംഗ് ചാനലിൽ നിന്ന് പെട്ടെന്ന് ചാടി ടെക് ചാനലിലേക്ക് മാറും. അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാൻ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ തുടക്കം തൊട്ട് അവസാനം വരെ അത് കുക്കിംഗ് ചാനലായിട്ട് കണ്ടിന്യൂ ചെയ്യുക. അതിലേക്കുള്ള കണ്ടന്റുകൾ കൂടുതൽ കണ്ടന്റുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിലേക്ക് കണ്ടന്റ് ചൂസ് ചെയ്യുന്നതിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഏറ്റവും കൂടുതൽ യൂട്യൂബിനകത്ത് ഏറ്റവും കൂടുതൽ സെർച്ച് വരുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ, അതായത് ഏറ്റവും കൂടുതൽ ഏതൊക്കെ വീഡിയോസ് ആണ് സെർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കുക്കിംഗ് ഏതെങ്കിലും റെസിപ്പീസ് ആണ് സെർച്ച് ചെയ്യുന്നത്, ഈ വക കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്ത് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റീസെന്റ് കൂടുതൽ സെർച്ച് കിട്ടാവുന്നതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആഡ് ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങളൊരു പുതിയ വീഡിയോ ഇടാണ്, ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഇടാന്ന് വെച്ചോ. ആ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഇടുകയാണെങ്കിൽ ആ ചിക്കൻ ബിരിയാണി ഉള്ള വീഡിയോ ചിലപ്പോൾ വൈറലാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വൈറലായെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത കുറച്ച് വീഡിയോസ് നിങ്ങൾ ഈ സെയിം ചിക്കൻ ബിരിയാണിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ ഇടുക. അപ്പോൾ അത് ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചിക്കൻ ബിരിയാണി നിങ്ങളുടെ രണ്ടാമതും മൂന്നാമതും വിടുന്ന വീഡിയോസ് ഈ സെയിം ചിക്കൻ ബിരിയാണി എന്നുള്ള വീഡിയോ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ട ആളുകളുടെ
യൂട്യൂബിന്റെ റെക്കമെൻഡേഷനിലേക്കും യൂട്യൂബിന്റെ സെർച്ച് ഫീച്ചറിലേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ വീഡിയോസ് നെക്സ്റ്റ് വീഡിയോസും ഈ സെയിം ചിക്കൻ ബിരിയാണി പറ്റിയുള്ള റെക്കമെൻഡേഷനിലേക്കും ഓട്ടോമാറ്റിക്കായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും വീഡിയോകൾ കൂടിയും വൈറലാവാനോ അല്ലെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെ വീഡിയോകൾ കൂടിയും കുറച്ചും കൂടി വ്യൂ കിട്ടുന്നതിനോ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് വേറെ വേറെ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് കൂടുതൽ വീഡിയോകൾ ഇടാവുന്നതാണ്. അപ്പൊ ഈ രണ്ട് സെറ്റും ആദ്യത്തെ ഒന്നാമത്തെ പറഞ്ഞ കാര്യം രണ്ടാമത്തെ പറഞ്ഞ കാര്യം അത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ തന്നെ ഫസ്റ്റ് തീരുമാനിക്കുക എന്നുള്ളത്. മൂന്നാമതായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ചാനൽ തുടങ്ങി അതിൽ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തു. അതിൽ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് തോന്നുന്നത് അതിനകത്തേക്ക് വ്യൂ വരുന്നില്ല, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല, അല്ലെങ്കിൽ വാച്ച് ടൈം കിട്ടുന്നില്ല എന്ന് തോന്നുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇട്ടിരിക്കുന്ന വീഡിയോസിലേക്ക് കുറച്ചുകൂടി വ്യൂ കൊണ്ടുവരാൻ ശ്രമിക്കും, കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാൻ ശ്രമിക്കും. അതിനുവേണ്ടി ഈ പറഞ്ഞ പോലെ സബ് ടു സബ് അടിക്കും, മറ്റുള്ളവരുടെ ചാനലിൽ പോയിട്ട് സബ് ടു സബ് അല്ലെങ്കിൽ എന്താ പറയുക വാച്ച് അവർ എക്സ്ചേഞ്ച് ഈ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ആക്ച്വലി നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്യേണ്ട കേസില്ല. അതായത് യൂട്യൂബ് എന്ന് പറയുന്നത് തന്നെ ഒന്നാമത്തെ ഒരു നല്ലൊരു സെർച്ച് എഞ്ചിനാണ്. അതായത് യൂട്യൂബിൽ ഓൾറെഡി ആളുകൾ നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോസിന് വേണ്ടി സെർച്ച് ചെയ്ത് ഓൾറെഡി ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ട ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട വീഡിയോസ് അല്ലെങ്കിൽ വേണ്ട കണ്ടന്റുകൾ നമ്മൾ നമ്മുടെ ചാനലിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയാണ് യൂട്യൂബിൽ അധികം ആളുകൾ സെർച്ച് ചെയ്യുന്നത്, എന്തൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ സെർച്ച് ചെയ്യുന്നത്. ഇപ്പോൾ കുക്കിംഗ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുക്കിംഗ് വീഡിയോസ് ആണെങ്കിൽ കുക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് എന്താണ്? ഈ പറഞ്ഞ പോലെ ബിരിയാണിനെ പറ്റിയാണോ, ചിക്കൻ ബിരിയാണിയാണോ, മട്ടൻ ബിരിയാണിയാണോ, ഈ വക കണ്ടന്റുകൾ ഏറ്റവും കൂടുതൽ സെർച്ച് കിട്ടാൻ ചാൻസ് ഉള്ള കണ്ടന്റുകൾ ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. യാതൊരു കാരണവശാലും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തോ അല്ലെങ്കിൽ സബ് ടു സബ് അടിച്ചോ നമ്മുടെ വീഡിയോസിൽ വ്യൂ കൊണ്ടുവരാനല്ല നോക്കേണ്ടത്. നമ്മുടെ വീഡിയോയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ വഴിയോ അല്ലെങ്കിൽ പറഞ്ഞാൽ യൂട്യൂബിന്റെ സെർച്ച് ഫീച്ചർ വഴിയോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് വ്യൂ ഓട്ടോമാറ്റിക് കൊണ്ടുവരാനാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ യാതൊരു കാരണവശാലും നമ്മൾ ഷെയർ ചെയ്ത് കൊണ്ടുവരാന്നുള്ള ഒരു കൺസെപ്റ്റ്. ഇപ്പം ഞാൻ ചാനൽ തുടങ്ങിയ സമയത്തും ഞാൻ ആദ്യം എൻ്റെ ചാനലിന്റെ വീഡിയോസ് ഷെയർ ചെയ്യായിരുന്നു, വാട്സാപ്പിൽ യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്യായിരുന്നു. ഇപ്പോൾ ഞാൻ അത് ചെയ്യാറില്ല. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരുന്ന സെർച്ചുകൾ മാത്രമാണ് നമ്മൾ എൻ്റെ ചാനലിൽ നിൽക്കുന്നത്. അത് ആ ഒരു സെർച്ച് ഓപ്ഷൻ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. സോ ഞാൻ പറഞ്ഞു വേറൊന്നുമല്ല, അതായത് ഒരു സിമ്പിളായ കാര്യം തന്നെയാണ്. അതായത് നിങ്ങൾക്ക് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോസ് വ്യൂ കാര്യങ്ങളല്ല, നമ്മൾ വീഡിയോ ഇടുന്ന കണ്ടന്റ്, അതിന്റെ ടൈറ്റിൽ, അതിന്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് നമ്മുടെ വീഡിയോന്റെ ടൈറ്റിൽ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വീഡിയോന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്, അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തതായിരിക്കും. ആ വീഡിയോയും കൂടി നിങ്ങൾക്ക് കണ്ടു നോക്കാം, നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. നാലാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നാലാമത്തെ കാര്യം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങിയാണെന്ന് വെച്ചോ, കുക്കിംഗ് ചാനൽ തുടങ്ങി നമുക്ക് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ സെർച്ച് വരുന്ന കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കിംഗ് ചാനലാണെങ്കിൽ കുക്കിങ്ങിന് റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് സെർച്ചിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. യാതൊരു കാരണവശാലും നമ്മൾ എന്താ പറയുക ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും ഉണ്ടായി അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ലേറ്റസ്റ്റ് വീഡിയോസ് അല്ല കാരണം നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് ചാനലാണ്. കുക്കിംഗ് ചാനൽ ആ നിലയ്ക്ക് തന്നെ നമ്മുടെ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആണ് കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ വീഡിയോ ഒരു ടെക് ആണെന്ന് വെച്ചോ, ടെക് ചാനലാണെന്ന് വെച്ചോ, ടെക് ചാനലാണെങ്കിൽ തീർച്ചയായും നമുക്ക് ലേറ്റസ്റ്റ് ടെക് ന്യൂസുകൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതായത് നമ്മുടെ ചാനലിന്റെ കണ്ടന്റിന് അനുയോജ്യമായ വീഡിയോസ് നമ്മുടെ ചാനലിൽ, ലേറ്റസ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതാണ് നാലാമത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഓൾറെഡി സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. അതായത് നിങ്ങളുടെ ഒരു വീഡിയോ ഏതെങ്കിലും വൈറലായി അല്ലെങ്കിൽ കുറച്ച് വ്യൂ കൂടുതൽ കിട്ടിയെന്ന് വെച്ചോ, ആ കൂടുതൽ വ്യൂ കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തതായിട്ട് ഇടുന്ന വീഡിയോസ് എല്ലാം ആ ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുക. ആ ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടാനുള്ള മെയിൻ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടുന്ന വീഡിയോസ് നിങ്ങളുടെ നേരത്തെ വൈറലായി പോയ വീഡിയോ കണ്ട എല്ലാവരുടെ റെക്കമെൻഡേഷനിലേക്കും അടുത്തതായിട്ട് ഇടുന്ന വീഡിയോസും ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരുന്നതായിരിക്കും. അപ്പോൾ അവരുടെ സെർച്ച് ഫീച്ചറിനകത്തും അവരുടെ യൂട്യൂബിന്റെ സെർച്ച് ഫീച്ചറിനകത്തും യൂട്യൂബിന്റെ ഹോം പേജിനകത്തും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ നെക്സ്റ്റ് വീഡിയോയും അതിന് റിലേറ്റഡ് ആയതുകൊണ്ട് അവരുടെ റെക്കമെൻഡേഷനകത്ത് പോകുന്നതായിരിക്കും. അങ്ങനെയും നിങ്ങളുടെ വീഡിയോസിൽ നിങ്ങളുടെ ചാനലിന് കുറച്ച് വ്യൂ കിട്ടുന്നതിനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളുടെ ചാനലിന് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനും കിട്ടുന്നതിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള 5 പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടി പറയാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ ആയിട്ടുള്ള 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞതിൽ ഒന്നാമത് നമ്മുടെ ചാനലിന്റെ ടോപ്പിക്,
രണ്ടാമത് നമ്മുടെ വീഡിയോന്റെ ടൈറ്റിൽ എന്ത് ടൈപ്പ് ഒക്കെ വീഡിയോസ് ഇടണം, അല്ലെങ്കിൽ വീഡിയോന്റെ ടൈറ്റിൽ നമ്മൾ എന്തൊക്കെ സെലക്ട് ചെയ്യണം. ഈ പറഞ്ഞ ഷെയർ ചെയ്ത് നമ്മുടെ വീഡിയോസിന് വ്യൂ കൊണ്ടുവരണോ, അതോ ഓട്ടോമാറ്റിക്കായിട്ടുള്ള വീഡിയോസ് നമ്മൾ കൊണ്ടുവരണോ, ചാനലിലേക്ക് കൊണ്ടുവരണോ. അതാണ് മൂന്നാമത്തെ കേസ്. നാലാമത്തെ എന്ന് പറയുന്നത് വീഡിയോനുള്ള ടോപ്പിക്, നമ്മൾ ഏതൊക്കെ വീഡിയോസ് ഇടണം, എന്ത് ടൈപ്പ് വീഡിയോസ് ഇടണം, അതിൽ റേറ്റസ്റ്റ് ട്രെൻഡിങ് ഉള്ള വീഡിയോ ഏതാണ്, ഈ കാര്യങ്ങളാണ് നാലാമത് ശ്രദ്ധിക്കേണ്ട കേസ്. അഞ്ചാമത് ശ്രദ്ധിക്കേണ്ട കേസ്, നമ്മൾ ഓൾറെഡി വീഡിയോ നമ്മുടെ വൈറലായ വീഡിയോ ഉണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഇട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് വീഡിയോയിലെ ടൈറ്റിൽ ശ്രദ്ധിക്കേണ്ട കേസുകൾ ഇതൊക്കെയാണ്, അഞ്ചെണ്ണം. ഇനി ആറാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി ആറാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞത് പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിന് എങ്ങനെ എങ്ങനെ ഡിസ്ക്രിപ്ഷൻ സെലക്ട് ചെയ്യാം, എങ്ങനെ നമ്മുടെ വീഡിയോസിന്റെ ടൈറ്റിൽ സെലക്ട് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. ഇതാണ് നമ്മൾ ആറാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ആറാമത്തെ ടോപ്പിക്കിലും ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ആ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നോക്കിയിട്ട് നമ്മുടെ ആറാമത്തെ ടോപ്പിക് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ 6 പോയിന്റുകൾ ശ്രദ്ധിക്കുക. ഈ 6 പോയിന്റ് ശ്രദ്ധിച്ചാണെങ്കിൽ നിങ്ങളുടെ വീഡിയോസിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വ്യൂ കയറി വരുന്നതായിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും ലൈക്ക് എല്ലാം കിട്ടുന്നതായിരിക്കും. നിങ്ങൾ വെറുതെ ലൈക്കിനും സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ട് വേറെ പോകേണ്ടി വരില്ല. ഓക്കെ, അത് ശ്രദ്ധിക്കാവുന്ന കേസാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇനിയും നമ്മുടെ ഈ ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ആൻഡ് ബൈ.